അത് നമ്മുടെ പിണറായിയുടെ സമ്മേളനത്തിനാണ്. അതല്ല 4000-4000-ഓളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി, 600 പേര് ഉണ്ട്. ഞാൻ അതൊക്കെ കണക്കെടുത്തവിടെ അങ്ങനെ വിളിച്ചു ചോദിച്ചു. ബാക്കി 3400 പേര് കഴിക്കേണ്ട ഭക്ഷണം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അതോ ആ പന്തലിൻ്റെ ചിലവ് എത്ര എന്നറിയാ? 20 ലക്ഷം രൂപ, ജർമ്മൻ പന്തല. ഇത് കേരള സർക്കാരിന് മുഖ്യമന്ത്രിയുടെ കുടുംബസ്വത്തൊന്നുമല്ല. ഞാനും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ നീതിപ്പണം നിങ്ങൾ ഞാൻ നികുതി കൊടുക്കുന്നതാണ് നിങ്ങൾ അവനെ തറിയിക്കാൻ വേണ്ട. നിങ്ങൾ ഷർട്ട് മേടിച്ചോ? നിങ്ങൾ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട്, അറിയാമോ? തുണി മേടിച്ചപ്പോൾ. അങ്ങനെ നമ്മുടെ പണമായത്. ആ പണമെടുത്ത് പിണറായി വിജയന് സൗകര്യം കാണിക്കുക. നിങ്ങൾ സെൻട്രൽ ജയിലിൽ പോകും, നോക്കിയോ. ഇത് കഴിഞ്ഞൊരു ഭരണമുണ്ട്. അപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പിണറായി വിജയൻ കിടന്ന് വിറുങ്ങലിക്കും. ഒരു സംശയം വേണ്ട, പോക്ക് ശരിയല്ല. അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടിയില്ല. അയ്യപ്പനോട് തന്നെ ഇത്ര വൈരാക്കിയേക്ക് ഭയങ്കര ഒരു വൈരാഗ്യമുള്ളത് മോശം സ്വഭാവമല്ലേ? രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഞാൻ പറയാം, ഇവിടെ ഉള്ള ജനങ്ങളിൽ 0.5% പോലും നാസ്തികരില്ല. പിണറായി അയ്യപ്പനെ വിശ്വാസമില്ലാത്തവർ ഇവിടെ നിങ്ങൾ ഇത്രയും എടുത്ത് വിശ്വാസമില്ല എത്ര പേരുണ്ട് നോക്ക്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തമാശ കളിച്ചൊക്കെ നടപ്പുണ്ട്. പക്ഷേ അവരും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല അവർക്കും. അപ്പം പിന്നെ പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നത്? അപ്പം പിണറായി വിജയൻ ഇതൊക്കെ നിർത്തണം. അതായത് അയ്യപ്പനെ ഒരുമാതിരി മര്യാദ പഠിപ്പിക്കാൻ നടന്ന് നശിക്കരുതെന്നാണ് പിണറായിയോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. NSSന്റെയും BJPയുടെയും SNDPയുടെയും ഇപ്പോഴത്തെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാവും. BJPക്ക് എന്നാ തിരിച്ചടി? BJPയുടെ വിശ്വാസമുള്ളവരുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വീടുകളും കയറി എന്താണ് സത്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അത് കഴിയുമ്പം ഈ ഈ ഈ പരിപാടിയൊക്കെ തീർന്നോളും, പേടിക്കണ്ട, ഒരു സംശയം വേണ്ട. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പിണറായിയുടെ ശ്രമം തന്നെ ഭാരത വിരുദ്ധരായ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്ന നാണം കെട്ട പരിപാടിയായിട്ട് പിണറായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, ഹൈന്ദവരുണ്ട്, നായരുണ്ട്, ഈഴവരുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മതപരമായി സംസാരിക്കുകയല്ല, ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് വലിയ അപകടകരമായ പോക്കാണ്. ഇതൊക്കെ തീർത്തേ പോകൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് 20ഓളം സ്റ്റേറ്റുകൾ ഇപ്പോൾ BJPയുടെ കൈവശമാണ്, മോദിയുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? ഇവിടെ റൗഡിസം കാണിക്കാമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാലും മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മുകളിലിരിപ്പുണ്ട്. അമിത്ഷാജി അവിടെ ഇരുന്ന് പോലീസിൻ്റെ കാര്യമൊക്കെ നോക്കിയിരിപ്പുണ്ട്. നോക്കിക്കോളും, നിങ്ങളാരും ഭയപ്പെടണ്ട. എനിക്ക് NSSൻ്റെ നിലപാട് മാറ്റത്തിൽ ഞാൻ ദുഃഖിതനാണ്. കാരണം മണിച്ചേട്ടൻ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങേര് എങ്ങനെ ഈ അബദ്ധം കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പിന്നീട് സത്യം പറയുമെന്ന് എൻ്റെ വിശ്വാസം. തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാമി ഇപ്പോൾ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്നെ കുഴപ്പത്തിലാക്കാതെ പോലെ. അത് അവരുടെ ആഗ്രഹം. ഞാൻ പറയാം, ഇപ്പോൾ 4 സീറ്റ് കൂടിയിട്ടുണ്ട്. പുതിയ ഇൻഫർമേഷൻ വന്നാൽ 7 സീറ്റ് കൂടുന്നോ പറയുന്നു. കാരണം ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കൊന്നെന്ന് പറഞ്ഞു, അല്ലെ നമ്മളുടെ നമുക്ക് 2 മതി എന്നായിരുന്നു തീരുമാനം. ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾ മുഴുവൻ സ്വീകരിച്ചു. പക്ഷേ ഒരു സമുദായം ഞങ്ങൾക്ക് അത് പോരാ എന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഒരു 5 പിള്ളേർ വേണം തീരുമാനിച്ചു, ഒരു 4 ഭാര്യമാർ വേണം തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ 20 പിള്ളേരായില്ലേ. അങ്ങനെ പിള്ളേർ വർദ്ധിച്ചുകൊണ്ട് മലപ്പുറത്ത് കുറച്ച് ആൾ കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ തിരിക്കുന്നതിന് ഞാനെതിരല്ല. കാരണം അത് നിയമപരമായൊരു കാര്യമാണ്. നിയമപരമായ കാര്യം എന്താണെന്ന് ഗവൺമെൻറ്റും ഭരണാധികാരിയും തീരുമാനിക്കട്ടെ. വേറൊരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല.